ചിലരുണ്ടല്ലോ ഒരു 10 35 വയസ്സാകുമ്പോഴത്തേനും നല്ല നിലയിലെത്തും. സാമ്പത്തികമായിട്ടും ആണെങ്കിലും നല്ല സ്വഭാവത്തിലാണെങ്കിലും നല്ല നിലയിൽ ചിലരെത്തുന്നത് കാണാം. അവരെങ്ങനെയാണ് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടോ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, നല്ല നിലയിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയായിരിക്കും അവരൊരു 35 വയസ്സാകുമ്പോഴത്തേനും നല്ല നിലയിലെത്തുന്നത്. എന്നാൽ ചിലരുണ്ട്, ഇവരെ കാണും, അതായത് ഈ 35 വയസ്സായവരെ കണ്ടിട്ട് അവർ ഇത്രയും പ്രായത്തിലാണല്ലോ ഇത്രയും കാശുകാരായത്, പണ്ടൊന്നും അവർക്കില്ലായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ അവർ കാശുകാരായെന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ള സ്ഥലമെല്ലാം ലോൺ വെച്ചും അല്ലെങ്കിൽ എവിടെ നിന്ന് ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോണായിട്ടും ബ്ലേഡിൽ നിന്നായിട്ടും എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടും ഒക്കെ അങ്ങ് പൈസക്കാരനാകാൻ ശ്രമിക്കും. കുറച്ച് ആഡംബര സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. വീട്, വാഹനം എന്ന് വേണ്ട, സർവ്വ ഗുലാബി സർവ്വതും വാങ്ങിക്കും. നമ്മളൊരു കാര്യം ചിന്തിക്കണം, ആന വാ പൊളിക്കും പോലെ അണ്ണാൻ വാ പൊളിക്കരുത്. കാരണം അവർ ചെറുപ്പം തൊട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ നിലയിലെത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ബോധം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് ആരും പൈസക്കാരാകുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പൈസക്കാരാകാൻ ശ്രമിക്കാതെ നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷം നമ്മുടെ ഉള്ളതെല്ലാം കൂടെ കൊണ്ട് കളഞ്ഞു കുളിക്കരുത്. നമുക്ക് ഒരു നിമിഷം മാത്രം ജീവിച്ചാൽ പോരല്ലോ, വർഷങ്ങളോളം പിന്നെയും നമ്മുടെ മുമ്പിൽ കിടക്കുകയല്ലേ. അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ശ്രമിച്ചു അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒറ്റയടിക്ക് ഉണ്ടാകുന്നതൊന്നും നിലനിൽക്കുന്നതല്ല, അത് മാത്രം മനസ്സിലാക്കുക. അപ്പം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കും എത്താൻ സാധിക്കും, അതാർക്കും സാധിക്കും. അതിന് ഒരു 25 വയസ്സ് തൊട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാതെ നമ്മളൊരു 35 വയസ്സ് കഴിഞ്ഞാലും 30 വയസ്സ് കഴിഞ്ഞ് ഒറ്റയടിക്ക് എല്ലാം കൂടെ കൊണ്ട് കളഞ്ഞിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഇല്ലാതെ ആകുകയുള്ളൂ, നമുക്ക് ഒരിടത്തും എത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ നല്ലതല്ലേ.